കൊല്ലം പെരുനാട് പഞ്ചായത്തിലെ കുഴിയത്ത് KSEB ലൈനിന് മുകളിൽ ഒടിഞ്ഞു വീണ മരം അങ്ങനെ തന്നെ കിടന്നത് 4 ദിവസമാണ്. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ ഇന്ന് രാവിലെയാണ് KSEB ഉദ്യോഗസ്ഥരെത്തി മരം മുറിച്ചു മാറ്റിയത്. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതിനാൽ എല്ലായിടത്തും എത്താൻ കഴിയുന്നില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. 24 മണിക്കൂറും ജോലി ചെയ്യുകയാണെന്നും ജീവനക്കാർ പറയുന്നു. ദിലീപ് ദേവസ്യയുടെ റിപ്പോർട്ട്. 4 ദിവസമായി ഈ കുഴിയം, പെരുനാട് പഞ്ചായത്തിലെ കുഴിയം, ഈ KSEB ലൈനിന് മുകളിൽ മരം വീണിട്ട് അത് അധികൃതർ ഇന്ന് എത്തി മുറിച്ചു മാറ്റി. റിപ്പോർട്ടർ TV അടക്കം വാർത്ത നൽകിയതിനെ തുടർന്നാണ് ഇപ്പോൾ KSEB ആളുകളൊക്കെ എത്തിയത്. KSEBക്കാർ പറയുന്നത് ഒരു ദിവസം 100-ലധികം ഫോൺ കോളുകളാണ് ഓഫീസിലേക്ക് എത്തുന്നത്. ഇതെല്ലാം പരിഹരിച്ച് കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലേക്ക് ആദ്യം എത്തി അതെല്ലാം പരിഹരിച്ച് എത്തുകയാണ്. ഇവിടെ കുറച്ച് വീടുകൾ മാത്രമാണ്, പക്ഷേ ഇത് അറിയാൻ വൈകി എന്നാണ് ഇവർ പറയുകയും ചെയ്തത്. സാറേ, ഒരു ദിവസത്തെ കോളുകൾ 100-150 കാളുകൾ വന്നിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 2 ഫോണും മാറി തിരിഞ്ഞ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 150ഓളം പോസ്റ്റുകൾ നമ്മൾ കുണ്ട്ര സെഷനിൽ തന്നെ ഒടിഞ്ഞിട്ടുണ്ട്. പിന്നെ 10,000-ഓളം മരങ്ങൾ വീണ് എല്ലായിടവും അപകടമായിട്ട് കിടക്കുന്ന കമ്പി പൊട്ട് എല്ലാ കേസുകളും ഉണ്ട്. ഇതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാനും ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്കിത് കിട്ടുന്നതുമില്ല. ആളുകൾ വിളിച്ച് പത്രക്കാർക്ക് വാർത്ത ഡേ നൈറ്റ് ഡ്യൂട്ടിയാണ്. ഒരാഴ്ചയായി നമ്മൾ ഇറങ്ങിയിട്ട് പോലും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഇരിക്കുക. അപ്പോൾ അത്രയ്ക്കും വിഷയങ്ങളുണ്ട് ഇവിടെ കുണ്ട്ര സെഷനിൽ തന്നെ. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് തന്നെ വിഷയം. ഇതുവരെ സപ്ലൈ പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇതൊന്നും എല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുക. എന്തായാലും റിപ്പോർട്ടർ TVയുടെ വാർത്തയിന്മേൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഈ മരം മുറിച്ചു മാറ്റി KSEBയുടെ ആളുകൾ എത്തുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉടമ ഇത് മുറിച്ചു മാറ്റുകയും ചെയ്തു. അമ്മേ, സന്തോഷമായോ? പേടിയായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ടും പോകാനായിട്ടും. വല്ല അപ്പുറത്തെ വഴിയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മരം മുറിച്ച് നീക്കിയിരിക്കുകയാണ്. തൊട്ട് അടുത്തൊരു വലിയൊരു മരം വീണ് കിടന്ന് ലൈൻ ഒരുപാട് താഴ്ന്നായിരുന്നു. ഇനിയിപ്പോൾ ആ പോസ്റ്റും കൂടെ ഉയർത്തേണ്ട നടപടികളുണ്ട്. അത് ഉടൻ തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നേരത്തെ KSEB ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ തന്നെ നിരവധി കോളുകളും നിരവധി ജോലികളും നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലടക്കം വൈദ്യുതി പുനഃസ്ഥാപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു. റിപ്പോർട്ടർ TV വാർത്ത നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ നാടിന് ഇപ്പോൾ ഈ ഭീതിയിൽ നിന്ന് ഒരു മോചനം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമാണ് ഈ പ്രദേശവാസികൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേവസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.